ഹായ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. മസാലപ്പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം ഒരു ഗ്ലാസ്സിന് ഒരു ചെറിയ ഗ്ലാസ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറിയ ഗ്ലാസ്സിന് ഫുള്ളായിട്ട് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇളം ചൂടുവെള്ളത്തിലാണ് ഞാനിന്ന് പുട്ടുപൊടി കുഴയ്ക്കുന്നത് കേട്ടോ. നന്നായിട്ടൊന്നത് മിക്സ് ചെയ്ത് നമ്മൾ സാധാരണ പുട്ടുപൊടിയൊക്കെ കുഴയ്ക്കുന്നത് പോലെ ഒന്ന് കുഴച്ച് വയ്ക്കുക. അതിനുശേഷം നമുക്ക് അതിന് വേണ്ട വെജിറ്റബിൾസ് എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള വെജിറ്റബിൾസ് മാത്രം മതി. അപ്പോൾ എൻ്റെ അടുത്ത് ബ്രൊക്കോളി ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ ബ്രൊക്കോളി എടുത്തിരിക്കുന്നത് കേട്ടോ. അത് ഓപ്ഷണലാണ്. ബാക്കി വേണ്ടത് ക്യാരറ്റ്, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, 2-3 പച്ചമുളക്, ഇത്രയും സാധനങ്ങളാണ്. ഇത് നമുക്കൊരു ചോപ്പറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ചോപ്പറാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഒരു പുതിയ ചോപ്പർ മേടിച്ചതാണ്. നല്ലതാണ് കേട്ടോ. G-Passൻ്റെ നല്ല യൂസ് ചെയ്യാൻ നല്ല സുഖമാണ്. അപ്പം ആർക്കെങ്കിലും ഇതിൻ്റെ ഫോട്ടോയോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതിയേ. ഞാൻ ഇതിൻ്റെ ഫോട്ടോ അയച്ചു തരാം കേട്ടോ. നമുക്ക് മേടിക്കാം. ഞങ്ങളിത് എനിക്കൊന്ന് ക്യാരിഫോറിൽ നിന്നാണ് ഞങ്ങളിത് മേടിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് വലിയ പൈസയൊന്നുമില്ല ചോപ്പറിന്. അപ്പോൾ ആർക്കെങ്കിലും അതിൻ്റെ ഫോട്ടോസ് എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നമുക്ക് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ബ്രൊക്കോളിയാണ് ഇപ്പോൾ ക്രഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ബ്രൊക്കോളി ഓപ്ഷണൽ ആയതുകൊണ്ട് ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ്. അത് ഓപ്ഷണലാണ്. അതില്ലാതെ വേണമെങ്കിൽ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമുക്ക് ചിക്കൻ പുട്ടുണ്ടാക്കാൻ പറ്റും. ബീഫ് വെച്ചിട്ട് ഈ മസാല പുട്ടുണ്ടാക്കാൻ പറ്റും. അപ്പം എല്ലാം വെച്ചിട്ട് നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്ന് വെജിറ്റബിൾസ് മാത്രമേ വെച്ചിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ക്രഷ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് തേങ്ങയും കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ ആ തേങ്ങയും കൂടി